ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ലോകമിന്ന് അതീവ ദുഃഖത്തോടുകൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചത്. അശരണരുടെയും നിരാലംബരുടെയും നിരാശ്രയരുടെയും ശബ്ദമില്ലാത്തവരുടെയും ശബ്ദമായി ലോകത്തിനാകെ വലിയ സന്ദേശം നൽകുന്ന മാർപ്പാപ്പമാരിൽ ഒരാളാണ് ഇപ്പോൾ ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത്. തീർച്ചയായും ഭൂമിയിൽ ഒരുപാട് നല്ല വലിയ മഹത്വമുള്ള ജീവനുകൾ വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ ജീവനുകൾക്ക് മഹത്വമില്ല എന്നല്ല. കർമ്മം കൊണ്ട് വലിയ മഹത്വം നേടുന്ന ഒരുപാട് ജീവനുകൾ ഈ ഭൂമിയിൽ വന്നു പോകും. അങ്ങനെയുള്ള മഹത്വത്തിൽ മഹത്വം നേർന്നിട്ടുള്ള ജീവനുകളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ജീവനാണ് മാർപ്പാപ്പ. ലോക ജനതയുടെ മോചനത്തിന് വേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരുന്നു. പരിസ്ഥിതിക്ക് വേണ്ടി, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കെടുതികൾക്കെതിരെ, ദരിദ്ര കോടികളുടെ സംരക്ഷണത്തിന് വേണ്ടി, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, വനിതകളുടെ മോചനത്തിന് വേണ്ടി ഒക്കെ വലിയ വിമോചനത്തിൻ്റെ സന്ദേശമാണ് ലോകത്തിന് കൊടുത്തത്. ഗാന്ധിയനാണോ എന്ന് ചോദിച്ചാൽ ഗാന്ധിയനാണ്. കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റാണ്. ബുദ്ധനാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധനാണ്. യേശുവാണോ എന്ന് ചോദിച്ചാൽ യേശുവാണ്. ആരാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് മാർപ്പാപ്പ. ലോകത്തിനാകെ മാതൃകയായി, ലോകത്തിനാകെ വലിയ സന്ദേശം നൽകിക്കൊണ്ട് കാലം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന ജീവനുകൾ നിഷ്കളങ്കമാണ്. അത് നിസ്വാർത്ഥ സേവകരുടേതാണ്. ലോകത്തിനാകെ സന്ദേശം നൽകുന്നവരാണ്. ഇന്ന് ലോക ജനത ഒന്നാകെയും പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗവും അതീവ ദുഃഖത്തിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസമനുസരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്നു, സ്വർഗയാത്ര ചെയ്യുന്നു എന്നാണ്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ്റെ സദനത്തിൽ ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് ഞാൻ പോകുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി സന്തോഷിക്കേണ്ടതാണ്. എങ്കിൽ പോലും ഭൗതികമായി നമ്മോടൊപ്പം ഇല്ലല്ലോ, മാനവരോടൊപ്പം ഇല്ലല്ലോ. മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കാണുന്നിടത്ത്, കണ്ണുനീരുണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിശ്വാസത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വാക്കുകൾക്ക് വലിയ സാധ്യതയാണുള്ളത്. ലോക ജനതയുടെ മോചനത്തിൻ്റെ രീതിശാസ്ത്രങ്ങളും നീതിശാസ്ത്രവും തൻ്റെ അവസാനത്തെ ഉച്ഛ്വാസവായുവിൽ വരെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ലോകത്തിനാകെ മാതൃകയായ ആ വീര പുരുഷൻ അല്ലെങ്കിൽ മഹാത്മാവ് നമ്മെ വിട്ടുപിരിഞ്ഞു ഭൗതികമായി. അപ്പോഴും അവിടുന്ന് ഉയർത്തിയ സന്ദേശങ്ങൾ, അത് വനിതകളുടെ മോചനമാകട്ടെ, പരിസ്ഥിതിയുടെ സംരക്ഷണമാകട്ടെ, പ്രകൃതിയുടെ കാവലാളാവാനുള്ള ആഹ്വാനമാകട്ടെ, കാലാവസ്ഥ മാറ്റത്തിനുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളാകട്ടെ, നിശ്വരുടെ ശബ്ദമാകട്ടെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ചിന്തകളാകട്ടെ, മതമെന്ന വേലിക്കെട്ടിനകത്ത് നിർത്തി ദൈവമെന്ന അക്ഷരങ്ങൾക്കുള്ളിൽ തളയ്ക്കുവാനുള്ളതല്ല മനുഷ്യൻ്റെ ജീവിതം. അതിനുമപ്പുറമുള്ള വലിയ മോചനമാണ് ഓരോ ആത്മാവിനും ആവശ്യമെന്ന് ലോകത്തോട് ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞ ആ മഹാത്മാവിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. കാലം ചെയ്തിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വർഗാരോഹണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് പോലെ മഹത്തരമാകട്ടെ. എല്ലാവിധ പ്രണാമവും അർപ്പിക്കുന്നു.